മുല്ലപ്പൂവിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായ പട്ടണത്തിൽ റോഹൻ, ആന്യ എന്ന യുവദമ്പതികൾ താമസിച്ചിരുന്നു. ഗാഢമായ സ്നേഹമുണ്ടായിരുന്നിട്ടും സന്തുഷ്ടമായ ഒരു ബന്ധത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അവർ ബഹുമാനപ്പെട്ട സെൻഗുരുവായ ഗുരുദേവയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി. അതിരുകളില്ലാത്ത സമുദ്രങ്ങളുടെ ആഴം പിടിച്ച കണ്ണുകളോടെ ഗുരുദേവ അവരെ സമാധാനപൂർണമായ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തു. സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി. ഒന്ന്, തുറന്ന് സംസാരിക്കുക. വിരിഞ്ഞ പൂക്കളാൽ ചുറ്റപ്പെട്ട ഗുരുദേവ ആദ്യത്തെ രഹസ്യം തുറന്ന ആശയവിനിമയം നട്ടുവളർത്തിക്കൊണ്ട് ഉപദേശങ്ങൾ ആരംഭിച്ചു. റോഹൻ അന്യ മാസ്റ്റർ പറഞ്ഞു, സന്തോഷകരമായ ബന്ധത്തിൻ്റെ അടിത്തറ തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയത്തിൻ്റെ മണ്ണിലാണ്. നിങ്ങളുടെ ചിന്തകളും സ്വപ്നങ്ങളും ആശങ്കകളും പങ്കിടുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാകട്ടെ. ജ്ഞാനത്താൽ പ്രചോദിതരായ റോഹനും ആന്യയും തങ്ങളുടെ പ്രണയത്തിൻ്റെ വേരുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് സുതാര്യമായ ആശയവിനിമയത്തിൻ്റെ ഇടം വളർത്തിയെടുക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. 2, നന്നായി കേൾക്കുന്നത് പരിശീലിക്കുക. അവർ ശാന്തമായ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഗുരുദേവ രണ്ടാമത്തെ രഹസ്യം പങ്കുവച്ചു. സജീവമായ ശ്രവണം പരിശീലിക്കാൻ സംഭാഷണത്തിൻ്റെ നൃത്തത്തിൽ പരസ്പരം സന്നിഹിതരായിരിക്കുക. നിങ്ങളുടെ കാതുകളാൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കുക. പറയാത്ത വാക്കുകൾ കേൾക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് യഥാർത്ഥമായി കേൾക്കാൻ അനുവദിക്കുക. സജീവമായ ശ്രവണത്തിൻ്റെ നിശബ്ദതയിൽ മനസ്സിലാക്കൽ പൂവണിയുന്നു. റോഹനും ആന്യയും ഇപ്പോൾ ശ്രദ്ധാലുക്കളായിരുന്ന ശ്രോതാക്കളായി. പരസ്പരം യഥാർത്ഥമായി കേൾക്കുന്ന കലയെ അവർ സ്വീകരിച്ചപ്പോൾ ആഴത്തിലുള്ള ബന്ധം അനുഭവപ്പെട്ടു. 3, സഹാനുഭൂതി വളർത്തിയെടുക്കുക. പുരാതന ആൽമരങ്ങളുടെ തണലിൽ ഗുരുദേവ മൂന്നാമത്തെ രഹസ്യം ഊന്നിപ്പറഞ്ഞു. സഹാനുഭൂതി വളർത്തുക. നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങളുടെ ഹൃദയമിടിപ്പ് അനുഭവിക്കുക. അവരുടെ ഷൂസിൽ നടക്കുക. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കുക. സഹാനുഭൂതി അനുകമ്പയുടെ പാലങ്ങൾ നിർമ്മിക്കുന്നു. പങ്കിട്ട ധാരണയുടെയും പിന്തുണയുടെയും ഒരു ബോധം വളർത്തുന്നു. റോഹനും ആന്യയും ഇപ്പോൾ പരസ്പരം വികാരങ്ങളുമായി പൊരുത്തപ്പെട്ടു. സഹാനുഭൂതിയുടെ ഊഷ്മളതയിൽ ശക്തി കണ്ടെത്തി. 4, കൃതജ്ഞത സ്വീകരിക്കുക. നക്ഷത്രനിബിഡമായ ആകാശത്തിനടിയിൽ ഗുരുദേവ നാലാമത്തെ രഹസ്യത്തെക്കുറിച്ച് സംസാരിച്ചു. കൃതജ്ഞത ആലിംഗനം ചെയ്തു. സ്നേഹത്തിൻ്റെ പൂന്തോട്ടത്തെ പരിപോഷിപ്പിക്കുന്ന മധുരമുള്ള അമൃതാണ് കൃതജ്ഞത. ചെറിയ ആംഗ്യങ്ങളെ അഭിനന്ദിക്കുക. നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുക. നന്ദി നിങ്ങൾക്കിടയിലുള്ള ഇടങ്ങളിൽ തങ്ങി നിൽക്കുന്ന സുഗന്ധമാകട്ടെ. റോഹനും ആന്യയും ഇപ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. ഓരോ അഭിനന്ദനങ്ങൾക്കൊപ്പവും തങ്ങളുടെ പ്രണയം പൂവണിഞ്ഞതായി അനുഭവപ്പെട്ടു. 5, പങ്കിടുന്ന സമയം ഗുണനിലവാരമുള്ളതാക്കുക. ആ ശാന്തമായ ധ്യാനസ്ഥലത്ത് ഗുരുദേവ അഞ്ചാമത്തെ രഹസ്യം വെളിപ്പെടുത്തി. ഗുണനിലവാരമുള്ള സമയത്തെ വിലമതിക്കുന്നു. ജീവിതത്തിൻ്റെ ചുഴലിക്കാറ്റിനിടയിൽ സാമീപ്യത്തിൻ്റെ നിമിഷങ്ങൾ കൊത്തിയെടുക്കുക. ഗുണമേന്മയുള്ള സമയം ഓർമ്മകൾ വരച്ച ക്യാൻവാസ് ആയിരിക്കട്ടെ. അത് പങ്കിട്ട ഭക്ഷണമായാലും നടത്തമായാലും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ശാന്തമായ നിമിഷങ്ങളായാലും ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ചരടുകൾ നെയ്യുന്ന നൂലുകളാകട്ടെ. റോഹനും ആന്യയും ഇപ്പോൾ ഗുണമേന്മയുള്ള സമയത്തെക്കുറിച്ച് മനഃപൂർവ്വം പങ്കിട്ട നിമിഷങ്ങളുടെ ലാളിത്യത്തിൽ ബന്ധത്തിൻ്റെ സമ്പന്നത കണ്ടെത്തി. 6, വ്യക്തിഗത വളർച്ചയെ പരിപോഷിപ്പിക്കുക. പ്രഭാതം പിങ്ക് സ്വർണ്ണ നിറങ്ങൾ കൊണ്ട് ആകാശത്തെ വരച്ചപ്പോൾ ഗുരുദേവ ആറാമത്തെ രഹസ്യം പങ്കുവച്ചു. വ്യക്തിഗത വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വിരിയാൻ വിധിക്കപ്പെട്ട ഒരു അദ്വിതീയ പുഷ്പമാണെന്ന് ഓർക്കുക. പരസ്പരം സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുക. വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യപ്രകാശം നിങ്ങൾ പങ്കിട്ട ജീവിതത്തിൻ്റെ മണ്ണിനെ സമ്പന്നമാക്കട്ടെ. റോഹനും ആന്യയും ഇപ്പോൾ വ്യക്തിഗത വളർച്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. പരസ്പരം ഏറ്റവും വലിയ പിന്തുണക്കാരായിരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. പൂന്തോട്ടത്തിൻ്റെ ശാന്തമായ സൗന്ദര്യത്തിൽ ഗുരുദേവ പറഞ്ഞു. റോഹനും ആന്യയും തുറന്ന ആശയവിനിമയം വളർത്തിയെടുക്കുക. സജീവമായ ശ്രവണം പരിശീലിക്കുക. സഹാനുഭൂതി വളർത്തുക. കൃതജ്ഞത ആലിംഗനം ചെയ്യുക.
ഗുണപരമായ സമയം വിലമതിക്കുക, വ്യക്തിഗത വളർച്ചയെ പരിപോഷിപ്പിക്കുക എന്നിവയിലൂടെ നിങ്ങൾ സന്തോഷകരമായ ബന്ധത്തിൻ്റെ വിത്തുകൾ പാകുന്നു. നിങ്ങളുടെ സ്നേഹം ഈ രഹസ്യങ്ങളുടെ ജ്ഞാനത്താൽ തഴച്ചു വളരുന്ന ഒരു വറ്റാത്ത പൂന്തോട്ടമായിരിക്കട്ടെ. റോഹനും ആന്യയും ഇപ്പോൾ കാലാതീതമായ രഹസ്യങ്ങളുമായി സായുധരായി ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷകരവും സംതൃപ്തവുമായ ബന്ധം വളർത്തിയെടുക്കാനുള്ള പ്രതിബദ്ധതയോടെ പൂന്തോട്ടം വിട്ടു. If you love to watch this video, you can like, share and subscribe.